Hello friends, welcome to Expert Excel. എൻ്റെ പേര് ബഷീർ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ VLOOK ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. സപ്പോസ് നിങ്ങളുടെ അടുത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള വലിയൊരു ഡാറ്റ ഉണ്ടെന്ന് കരുതുക. അതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വാല്യൂ സെർച്ച് ചെയ്യണം. അങ്ങനെയുള്ള അവസരത്തിൽ VLOOK ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയും. VLOOK ഫോർമുലയിൽ V എന്നാൽ വെർട്ടിക്കൽ എന്നും ലുക്കപ്പ് എന്നാൽ സെർച്ച് എന്നുമാണ്. ഇനി അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ലുക്കപ്പ് ഫോർമുലയെക്കുറിച്ചാണ് പറഞ്ഞത്. ലുക്കപ്പ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾക്ക് ഏത് വലിയ ഡാറ്റാബേസിൽ നിന്നും വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. അത് റോസിലും അതുപോലെ തന്നെ കോളംസിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡാറ്റാബേസ് മുഴുവനായും അസെൻഡിങ് രൂപത്തിൽ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ VLOOK ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കോളത്തിൽ മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ ആകേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നോർമലി ലുക്കപ്പ് ആൻഡ് VLOOK ഫോർമുല വലിയ ഡാറ്റ ഷീറ്റിൽ വാല്യൂസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചെറിയൊരു ഡാറ്റാബേസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 4 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. ഒന്ന് നെയിം, രണ്ടാമത്തത് പോസ്റ്റ്, മൂന്നാമത്തെ സാലറി, നാലാമത്തെ സിറ്റി. എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിൽ ഓരോന്നിനും 1, 2, 3, 4 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണോ നമ്മളുടെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കോളത്തിനെ നമ്മൾ 1 ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഇതിൽ രണ്ടാമത്തെ കോളത്തിലാണ് നമ്മുടെ ഡാറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനെ നമുക്ക് 1ാമത്തെ കോളമായിട്ടാണ് കണക്കൂട്ടേണ്ടത്. അത് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഹെഡിങ്സ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. സപ്പോസ് നമുക്ക് ഈ ലിസ്റ്റിലെ മധു നായർ എന്ന ആളുടെ പോസ്റ്റാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇയാളുടെ പേര് ടൈപ്പ് ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇയാളുടെ പോസ്റ്റിന് താഴെയാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ഈസിക്കൽ ടു എന്ന സൈൻ കൊടുത്തു. അതിനുശേഷം VLOOKUP VL എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ VLOOK ഫോർമുല അവിടെ കാണിക്കുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ VLOOK ഫോർമുലയുടെ സിൻടാക്സ് ഇവിടെ കാണുന്നുണ്ട്. ഈ സിൻടാക്സ് അനുസരിച്ചാണ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അഥവാ ഈ സിൻടാക്സ് അനുസരിച്ചുള്ള ഓർഡറിലെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആയിരിക്കില്ല. ഇതിൽ ആദ്യത്തെ ഓപ്ഷനാണ് ലുക്കപ്പ് വാല്യൂ. അതായത് ഏത് പേഴ്സൻ്റെ ഡാറ്റയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് അതാണ് ലുക്കപ്പ് വാല്യൂ. അതിനായി ഞാൻ മധു നായരുടെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെൽ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം കോമ കൊടുത്തു. അടുത്ത ഓപ്ഷനാണ് ടേബിൾ ആരേ. ടേബിൾ ആരേ എന്നാൽ എവിടെ നിന്നാണോ നമുക്ക് ഡാറ്റ സെർച്ച് ചെയ്യേണ്ടത് അതാണ്. അതിന് നെയിം മുതൽ ലാസ്റ്റ് വരെ സെലക്ട് ചെയ്യണം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇതിന് മുകളിലുള്ള നമ്പർ സെലക്ട് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നതാണ്. വീണ്ടും കോമ കൊടുക്കണം. അതിനുശേഷം അടുത്ത ഓപ്ഷനാണ് കോളം ഇൻഡെക്സ് നമ്പർ. ഇതിനർത്ഥം നിങ്ങൾക്ക് ഏത് കോളത്തിൽ നിന്നാണോ ഇൻഫർമേഷൻ വേണ്ടത് ആ കോളത്തിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് മധു നായറിൻ്റെ പോസ്റ്റാണ് അറിയേണ്ടത്. അപ്പോൾ അതിനായി കോളം നമ്പർ 2 എന്ന് ടൈപ്പ് ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 3ാമത്തെ കോളമായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മളുടെ ഡാറ്റാബേസിൻ്റെ അനുസരിച്ച് ഇത് 2ാമത്തെ കോളമാണ്. ഇനി വീണ്ടും കോമ കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ് കാണിക്കുന്നത്. ഒന്ന് ട്രൂ, ഒന്ന് ഫോൾസ്. നമ്മളുടെ ഡാറ്റ അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ മാത്രമാണ് ഈ ട്രൂ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫോൾസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ട്രൂവിന് വേണ്ടി നമ്പർ 1ഉം ഫോൾസിന് വേണ്ടി 0യും ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ അസെൻഡിങ് ഓർഡറിൽ അല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് കാണിക്കുന്നുണ്ട്. അത് ശരിയാണോ എന്ന് നമുക്ക് മെയിൻ ഡാറ്റയിൽ ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ ഡാറ്റയിൽ ചെക്ക് ചെയ്യാം, കറക്റ്റാണ്. ഇനി ഇതുപോലെ വേറെ ആരുടെയെങ്കിലും പോസ്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് ടൈപ്പ് ചെയ്താൽ മതി. വീണ്ടും ഫോർമുല ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും പേര് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ സപ്പോസ് ആർത്തി സിംഗിൻ്റെ പോസ്റ്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആർത്തി സിംഗിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആർത്തി സിംഗിൻ്റെ പോസ്റ്റ് ഹാർഡ്വെയർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോസ്റ്റ് സെർച്ച് ചെയ്തതുപോലെ തന്നെ നമുക്ക് സാലറിയും കണ്ടുപിടിക്കാൻ പറ്റും. അതിനായി ഈസിക്കൽ ടു എന്ന സൈൻ കൊടുത്തു. VLOOKUP അപ്പോൾ ഫോർമുല വന്നു. ഡബിൾ ക്ലിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ ആരുടെയാണോ ഡാറ്റ സെർച്ച് ചെയ്യേണ്ടത് അയാളുടെ സെൽ നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ G3 എന്ന് വന്നു. കോമ. ഇനി ടേബിൾ ആരെയാണ്, ഏത് ടേബിളിൽ നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് മുഴുവൻ ടേബിളും സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ. ഇനി ഇൻഡെക്സ് നമ്പറാണ്. അപ്പോൾ സാലറിയാണ് നമുക്ക് കാണേണ്ടത്. 3ാമത്തെ കോളത്തിലാണ് സാലറി ഉള്ളത്. അതുകൊണ്ട് 3 എന്ന് കൊടുത്തു. കോമ. ഇനി ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ നമുക്ക് 0 കൊടുക്കണം. ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അപ്പോൾ ആർത്തി സിംഗിൻ്റെ സാലറി 80,000 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആർത്തി സിംഗിൻ്റെ സാലറി എത്രയാണെന്ന് നമുക്ക് മെയിൻ ഡാറ്റയിൽ പോയി ചെക്ക് ചെയ്യാം. കറക്റ്റാണ്, 80,000. അതുപോലെ തന്നെ നമുക്ക് സിറ്റിയും സെർച്ച് ചെയ്യാൻ കഴിയും.
അപ്പോൾ ആരതി സിംഗിൻ്റെ സിറ്റി ബാംഗ്ലൂരാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തത് ഷീറ്റ് 1-ലാണ്. അപ്പോൾ ഇനി നമുക്ക് ഷീറ്റ് 2-ലും ഇതേപോലെ തന്നെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെയിം ആരെങ്കിലും ഒരാളുടെ പേര് സെലക്ട് ചെയ്യണം. സപ്പോസ് ഋഷഭ് ഷിൻഡെ. പോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ = Vlookup, ഡബിൾ ക്ലിക്ക്, ലുക്കപ്പ് വാല്യൂ ആണ് ഋഷഭ് ഷിൻഡെ, കോമ. ഇനി ടേബിൾ അറയാണ്. ഇനി ഷീറ്റ് നമ്പർ 1-ൽ പോയി മുഴുവൻ ഡാറ്റ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോർമുല ബാറിലാണ്, കോമ, കോളം ഇൻഡെക്സ് നമ്പർ 2. ഇനി ട്രൂ ഓർ ഫോൾസ് 0 കൊടുക്കാം. അപ്പോൾ ഋഷഭ് ഷിൻഡെയുടെ പോസ്റ്റ് ജനറൽ മാനേജർ. അതുപോലെ സാലറി = Vlookup, ലുക്കപ്പ് വാല്യൂ, കോമ, ടേബിൾ അറേ, കോമ. ഇനി ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സാലറിയാണ് വേണ്ടത്, അതുകൊണ്ട് 3 എന്ന് ടൈപ്പ് ചെയ്യാം. 3. ഇനി ട്രൂ ഓർ ഫോൾസ്, അതിൽ 0 കൊടുക്കാം. എൻ്റർ. അപ്പോൾ സാലറി ഇവിടെ 1,50,000 എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സിറ്റിയും = Vlookup, ഡബിൾ ക്ലിക്ക്. ഇനി ലുക്കപ്പ് വാല്യൂ ഋഷഭ് ഷിൻഡെ, കോമ, ടേബിൾ അറേ. അതിനായി ഷീറ്റ് നമ്പർ 1-ൽ മുഴുവൻ ഡാറ്റ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും കോമ. ഇനി ഇവിടെ സിറ്റിക്ക് മുകളിലായി കാണുന്ന നമ്പർ 4, കോമ, ഇനി 0. അപ്പോൾ ഇത് ഇൻഡോർ. ഋഷഭ് ഷിൻഡെയുടെ സിറ്റി ഇൻഡോർ ആണെന്ന് ഇതിൽ മെയിൻ ഡാറ്റയിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. ഇനി വേറെ ആളുടെ പോസ്റ്റും സാലറിയും സിറ്റിയും നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അയാളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ പങ്കജ് മിശ്ര എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ സെയിൽസ്മാൻ 50,000 ഇൻഡോർ സിറ്റി, അത് കറക്റ്റാണെന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. പങ്കജ് മിശ്ര സെയിൽസ്മാൻ 50,000 ഇൻഡോർ, അത് കറക്റ്റാണ്. നമ്മൾ ഈ വർക്ക് ബുക്കിൽ തന്നെ രണ്ടാമതൊരു ഷീറ്റിലാണ് ഇപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്തത്. ഇനി അടുത്തായി ഒരു പുതിയ ഫയലിലും കൂടി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാൻ പുതിയൊരു ഫയൽ തുറന്നിട്ടുണ്ട്. ഈ നെയിമിൻ്റെ താഴെ അരുൺ ഗോസാവി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം പോസ്റ്റിൻ്റെ താഴെ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. = Vlookup, ലുക്കപ്പ് വാല്യൂ അരുൺ ഗോസാവി, കോമ, ടേബിൾ അറേ, കോമ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫോർമുല ബാറിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് പോസ്റ്റാണെങ്കിൽ പോസ്റ്റിന് കോളം നമ്പർ 2 കൊടുത്തു, കോമ, 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ. അപ്പോൾ അരുൺ ഗോസാവിയുടെ പോസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അത് കറക്റ്റാണ്. ഇനി സാലറിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. = Vlookup, ലുക്കപ്പ് വാല്യൂ അരുൺ ഗോസാവി, കോമ, ടേബിൾ അറേ. ഈ ഡാറ്റ മുഴുവൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇനി ഫോർമുല ബാറിലാണ് നമുക്ക് ബാക്കിയുള്ളത് ടൈപ്പ് ചെയ്യേണ്ടത്. കോമ, സാലറിയുടെ കോളം നമ്പർ 3 ആണ്, അതുകൊണ്ട് 3 എന്ന് ടൈപ്പ് ചെയ്തു, കോമ, 0, എൻ്റർ. അപ്പോൾ 1,10,000 ആണ് അദ്ദേഹത്തിൻ്റെ സാലറി, അത് കറക്റ്റാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സിറ്റിയും സെയിം ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിറ്റി മുംബൈ ആണ്, അതിവിടെ നിന്ന് കൺഫേം ചെയ്യാം. കറക്റ്റാണ്, മുംബൈ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് Vlookup ഫോർമുലയെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.